ഇത് റേഡിയോ ജൻവാണി 90.8 മെഗാഹെർട്സ് മലയാളത്തിന്റെ മധുരതരംഗം. ഇപ്പോൾ വാരാന്ത്യ ലോക വൃത്താന്തം കേൾക്കാം. പ്രൊഫസർ ജെ ജേക്കബ് അവതരിപ്പിക്കുന്നു. വാരാന്ത്യ ലോക വൃത്താന്തം. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ലോകവൃത്താന്തത്തിലേക്ക് സ്വാഗതം. ലൈംഗിക പീഡനത്തിനിരയായവരുമായി കഴിഞ്ഞ ആഴ്ചയിൽ വത്തിക്കാനിൽ വെച്ച് ലയോ 14 മാർപ്പാപ്പ നടത്തിയ കൂടിക്കാഴ്ച വലിയ വാർത്താ പ്രാധാന്യം നേടി. പുരോഹിതന്മാരുടെ പീഡനത്തിനിരയായ ബെൽജിയൻ സ്വദേശികളെയാണ് കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ വത്തിക്കാനിലേക്ക് ക്ഷണിച്ചത്. ഏകദേശം 3 മണിക്കൂറുകളാണ് പാപ്പ ഇവരുമായി ചെലവിട്ടത്. വത്തിക്കാൻ ഇത്രയധികം സമയം ഒരു കൂടിക്കാഴ്ചകൾക്കും സാധാരണ അനുവദിക്കാറില്ല. പീഡനത്തിനിരയായവരെ കേൾക്കാനും ആശ്വസിപ്പിക്കാനും വേണ്ടിയാണ് ഇത്രയധികം സമയം മാറ്റിവെച്ചത്. ലൈംഗിക അതിക്രമങ്ങൾ അനുവദിക്കില്ല എന്ന് ഈ വാർത്ത വന്നപ്പോൾ തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചിരുന്നു. കുറ്റവാളികളായ പുരോഹിതന്മാർക്കെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകണമെന്ന് ബെൽജിയം പ്രധാനമന്ത്രി അടക്കമുള്ളവർ ആവശ്യപ്പെട്ടിരുന്നു. തൻ്റെ മുൻഗാമിയുടെ പാത പിന്തുടരും എന്ന സന്ദേശമാണ് ലയോ 14 മാർപ്പാപ്പ നൽകുന്നത്. സഭ ഇരകൾക്കൊപ്പമാണെന്നും വേട്ടക്കാർ എത്ര തന്നെ ഉന്നതരായാലും സംരക്ഷിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കാനാണ് പുതിയ പാപ്പായുടെ തീരുമാനം. അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ചതിനെ തുടർന്ന് റഷ്യൻ കമ്പനികളിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയിലായിരുന്നു കിഴക്കൻ യൂറോപ്പിലെ ഹംഗറി എന്ന രാജ്യം. ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി വിക്ടർ ഓർബൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സന്ദർശിക്കുകയും ഉപരോധം പിൻവലിക്കാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു. 1 വർഷത്തേക്ക് ഹംഗറിക്ക് ഇളവ് നൽകാനാണ് ട്രംപിൻ്റെ തീരുമാനം. റഷ്യയ്ക്കുമേലുള്ള ഉപരോധം ചെക്ക് റിപ്പബ്ലിക്, സ്ലൊവേക്യ, ഹംഗറി തുടങ്ങിയ രാജ്യങ്ങളുടെ എണ്ണ വ്യാപാരത്തെ ഒട്ടും തന്നെ ബാധിച്ചിട്ടില്ല. ഉപരോധം നിലവിലുണ്ടായിരുന്നപ്പോൾ ഇവർ റഷ്യയുമായുള്ള എണ്ണ വ്യാപാരം വർദ്ധിപ്പിക്കുകയും ചെയ്തു. എന്നിട്ടും പുതുതായി പ്രഖ്യാപിച്ച ഉപരോധത്തിന് ട്രംപ് 1 വർഷത്തെ ഇളവ് നൽകിയതിനെ പലരും വിമർശിച്ചിട്ടുണ്ട്. എണ്ണ വ്യാപാരത്തിലൂടെ സമ്പാദിക്കുന്ന പണം ഉപയോഗിച്ചാണ് പുടിൻ യുദ്ധം തുടരുന്നത് എന്നാരോപിക്കുന്ന ട്രംപാണ് ഹംഗറിക്ക് ഇളവ് നൽകിയത്. ഈ വ്യാപാരത്തിൻ്റെ പേരിലാണ് ട്രംപ് ഇന്ത്യയുടെ വ്യാപാര ചുങ്കം വർദ്ധിപ്പിച്ചത്. ദക്ഷിണ കൊറിയയുടെ മുൻ പ്രസിഡന്റ് യൂൺ സുക്യോളിനെതിരെ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ആരോപിക്കുന്ന പുതിയ കുറ്റപത്രം പ്രോസിക്യൂട്ടർ കോടതിയിൽ സമർപ്പിച്ചു. പട്ടാള ഭരണം പ്രഖ്യാപിച്ചതിൻ്റെ പേരിൽ ഇദ്ദേഹത്തെ പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും കോടതി നീക്കിയത് ഏപ്രിൽ മാസത്തിലാണ്. പ്രതിപക്ഷത്തെ നിയന്ത്രിക്കാനാണ് പട്ടാള ഭരണം പ്രഖ്യാപിക്കുന്നത് എന്നായിരുന്നു യൂണിൻ്റെ വിശദീകരണം. അയൽ രാജ്യമായ ഉത്തര കൊറിയയെ പ്രകോപിപ്പിച്ച് യുദ്ധമുണ്ടാക്കാൻ ശ്രമിച്ചു എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഉത്തര കൊറിയ വിരുദ്ധ ലഘുലേഖകൾ ഡ്രോണുകൾ വഴി വിതരണം ചെയ്തതായി അക്കാലത്തു തന്നെ ഉത്തര കൊറിയ പരാതിപ്പെട്ടിരുന്നു. പ്രസിഡന്റ് യൂൺ, പ്രതിരോധ മന്ത്രി, ഒരു മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥൻ തുടങ്ങിയവർ ചേർന്ന് തയ്യാറാക്കിയ പദ്ധതി അനുസരിച്ചായിരുന്നു ലഘുലേഖകൾ വിതരണം. ഇതിൽ പ്രകോപിതനായി കിം ജോങ് ഉൻ യുദ്ധം പ്രഖ്യാപിക്കും എന്നായിരുന്നു ഇവരുടെ പ്രതീക്ഷ. 3 പേരും ഈ കേസിൽ പ്രതികളാണ്. വധശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങളാണ് ഇവരുടെ മേൽ ചുമത്തിയിരിക്കുന്നത്. അമേരിക്കയിൽ ഒക്ടോബർ 1 മുതൽ തുടരുന്ന ഫെഡറൽ ഗവൺമെന്റ് സ്തംഭനം അവസാനിച്ചു.
ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും നീണ്ട ഒരു സ്തംഭനം ഉണ്ടാകുന്നത്. സാമ്പത്തിക വർഷം തുടങ്ങിയപ്പോൾ ധനവിനിയോഗ ബില്ല് പാസാക്കാൻ കഴിഞ്ഞില്ല. തന്മൂലം സൈനികരടക്കമുള്ള ഫെഡറൽ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പള വിതരണം, പാവപ്പെട്ടവർക്കുള്ള ഭക്ഷണ വിതരണം തുടങ്ങിയവ മുടങ്ങി. ധനവിനിയോഗ ബില്ലുകൾ പാസാക്കാൻ 60 സെനറ്റ് അംഗങ്ങളുടെ പിന്തുണ വേണം. എന്നാൽ ഇവിടെ ഭരണകക്ഷിയുടെ അംഗസംഖ്യ 53 മാത്രമാണ്. പ്രതിപക്ഷത്തുള്ള 8 ഡെമോക്രാറ്റുകൾ ഭരണകക്ഷിക്ക് അനുകൂലമായി വോട്ടു ചെയ്തതുകൊണ്ടാണ് പ്രതിസന്ധി നീങ്ങിയത്. ഒബാമ കെയർ പദ്ധതിക്ക് കൂടുതൽ പണം അനുവദിക്കാമെങ്കിൽ ധനവിനിയോഗ ബില്ലിനെ അനുകൂലിക്കാം എന്നതായിരുന്നു ഡെമോക്രാറ്റുകളുടെ നിലപാട്. ഇതിന് ഭരണകക്ഷി വഴങ്ങിയില്ല. ബില്ലിനെ അനുകൂലിക്കാൻ തീരുമാനിച്ച സെനറ്റർമാരുമായി ഭരണകക്ഷി ഏതെങ്കിലും തരത്തിലുള്ള ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നത് വ്യക്തമായിട്ടില്ല. തിങ്കളാഴ്ച ഇന്ത്യയിലും ചൊവ്വാഴ്ച പാകിസ്ഥാനിലും സ്ഫോടനങ്ങൾ ഉണ്ടായി. പരമാവധി സുരക്ഷാ സംവിധാനങ്ങളുള്ള തലസ്ഥാന നഗരങ്ങളിലാണ് സ്ഫോടനങ്ങൾ നടന്നത്. ഈ സ്ഫോടനങ്ങളുടെ ഉത്തരവാദിത്വം ആരും തന്നെ ഏറ്റെടുത്തിട്ടില്ല. ഇന്ത്യയിൽ 10 പേരും പാകിസ്ഥാനിൽ 12 പേരും കൊല്ലപ്പെട്ടു. അനവധി പേർക്ക് ഗുരുതരമായി പരിക്കുകൾ പറ്റി. ഇന്ത്യയുടെ പിന്തുണയോടെ അഫ്ഗാനിസ്ഥാൻ തീവ്രവാദികളാണ് ഇസ്ലാമാബാദിലെ സ്ഫോടനം നടത്തിയത് എന്നാണ് പാക് പ്രധാനമന്ത്രി ആരോപിക്കുന്നത്. അടിസ്ഥാനരഹിതമായ ആരോപണം എന്നാണ് താലിബാൻ പ്രതികരിച്ചത്. ഇത് തീവ്രവാദി ആക്രമണമാണെന്ന് സ്ഥിരീകരിച്ചുവെങ്കിലും പാകിസ്ഥാന് നേരെ ഇന്ത്യ വിരൽ ചൂണ്ടിയിട്ടില്ല. കലാപകാരികളെ കണ്ടെത്തും എന്നാണ് ഇരു രാജ്യങ്ങളുടെയും പ്രധാനമന്ത്രിമാർ പ്രഖ്യാപിച്ചത്. എന്നാൽ ലഭ്യമായ വിവരങ്ങൾ പാകിസ്ഥാനു നേരെയാണ് വിരൽ ചൂണ്ടുന്നത്. ഇത്തരം സ്ഫോടനങ്ങളിൽ എപ്പോഴും കൊല്ലപ്പെടുന്നത് സാധാരണക്കാരാണ്. നരഹത്യകളിലൂടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടുന്നവർ ഈ കാലഘട്ടത്തിൻ്റെ ശാപമായി മാറിയിരിക്കുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ എല്ലാ കുറ്റങ്ങളും ക്ഷമിച്ച് മാപ്പ് നൽകണമെന്ന് ആവശ്യപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രസിഡന്റിന് കത്തയച്ചു. ദീർഘകാലം പ്രധാനമന്ത്രി പദം അലങ്കരിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് നെതന്യാഹു. വിശ്വാസവഞ്ചന, കൈക്കൂലി, അധികാര ദുർവിനിയോഗം തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ ഇദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്ന് കണ്ടെത്തിയത് 2024 മേൽക്കോടതി ഈ വിധി സ്റ്റേ ചെയ്തതുകൊണ്ടാണ് നെതന്യാഹു ഇപ്പോഴും പ്രധാനമന്ത്രിയായി തുടരുന്നത്. അധികാരം നഷ്ടപ്പെടാതിരിക്കാൻ ഇദ്ദേഹം മനഃപൂർവ്വം യുദ്ധം നീട്ടിക്കൊണ്ടു പോവുകയായിരുന്നു എന്നാണ് പലരുടെയും അഭിപ്രായം. ശക്തമായ പ്രതിയോഗികൾക്കെതിരെ ഇസ്രായേലിനെ നയിച്ച ധീരനായ പോരാളി എന്നാണ് നെതന്യാഹുവിനെ ട്രംപ് വിശേഷിപ്പിച്ചത്. വിദേശ രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിലുള്ള ഇടപെടലായിട്ടാണ് ട്രംപിൻ്റെ കത്തിനെ പലരും കാണുന്നത്. മാപ്പ് നൽകാനുള്ള അധികാരം പ്രസിഡന്റിനാണെങ്കിലും പ്രധാനമന്ത്രിയുടെ ഉപദേശമനുസരിച്ചാണ് തീരുമാനം എടുക്കേണ്ടത്. ഗോവധത്തിൻ്റെ പേരിൽ 3 പേർക്ക് ജീവപര്യന്തം തടവും 6.8 ലക്ഷം രൂപ പിഴയും ലഭിച്ചു. ഗുജറാത്തിലെ സെഷൻസ് കോടതിയുടേതാണ് ഈ വിധി. ആദ്യമായിട്ടാണ് ഗോവധത്തിന് കോടതി ഇത്രയും വലിയ ശിക്ഷ നൽകുന്നത്. ഇത് ഒരു വിധി മാത്രമല്ല, നമ്മുടെ വിശ്വാസത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും അടയാളമായ ഗോമാതാവിനെ നിന്ദിക്കുന്നവർക്കുള്ള സന്ദേശമാണ് എന്ന നിലയിലാണ് ഗുജറാത്തിലെ ആഭ്യന്തരമന്ത്രി വിധിയോട് പ്രതികരിച്ചത്. ഗോവധം നിരോധിക്കണം എന്ന ആവശ്യം ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ പരിഷ്കാരം
നടപ്പിലാക്കാതിരിക്കുന്നതിനെ അപരാധമായി കാണാൻ കഴിയില്ല. ഗോമാതാവിനെ ഏതു സ്ഥാനത്തു വേണമെങ്കിലും പ്രതിഷ്ഠിക്കാം. അതിനായി നിയമവും നിർമ്മിക്കാം. വിശ്വാസത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും അടയാളമായി ഈ വളർത്തുമൃഗത്തെ കാണാത്ത കോടിക്കണക്കിന് വിശ്വാസികൾ വസിക്കുന്ന നാടാണ് ഭാരതം. ഇവരുടെ വിശ്വാസത്തിനും സംരക്ഷണം നൽകുന്നതാണ് നമ്മുടെ ഭരണഘടന. അതിർത്തി തർക്കങ്ങളെ തുടർന്ന് തായ്ലാൻഡും കംബോഡിയയും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചത് ജൂലൈ മാസത്തിലാണ്. 5 ദിവസത്തിനു ശേഷം ഇരുകൂട്ടരും വെടിനിർത്തലിനു തയ്യാറായെങ്കിലും അതിർത്തിയിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചില്ല. എന്നാൽ സംഘർഷത്തിന് അയവ് വരുത്താനായി അതിർത്തിയിൽ തമ്പടിച്ചിരിക്കുന്ന സൈനികരുടെ എണ്ണം കുറയ്ക്കാൻ ഇരു രാജ്യങ്ങളും തയ്യാറായി. യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ വ്യാപാര ആനുകൂല്യങ്ങൾ അവസാനിപ്പിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണി മുഴക്കി. ഒക്ടോബറിൽ ട്രംപിന്റെ സാന്നിധ്യത്തിൽ യുദ്ധം അവസാനിപ്പിക്കുന്ന കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു. എന്നാൽ ഈ കരാർ ലംഘിച്ച് ആക്രമണങ്ങൾ തുടങ്ങി എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തി തർക്കങ്ങൾക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. പ്രശ്നപരിഹാരത്തിന് ഒരു ശ്രമവും നടത്താതെയാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതും സമാധാന കരാർ ഒപ്പിട്ടതും. സമാധാനം സ്ഥാപിക്കാനായി ഒപ്പിട്ട കരാർ അവസാനിച്ചു എന്നാണ് തായ് പ്രധാനമന്ത്രി പ്രതികരിച്ചത്. ചരക്കു നീക്കം പാകിസ്ഥാൻ തടയുന്നതിനാൽ അഫ്ഗാനിസ്ഥാനിലെ വ്യാപാരികൾക്ക് വലിയ നഷ്ടമുണ്ടാകുന്നു. അഫ്ഗാനിസ്ഥാന്റെ ഭരണം ഏറ്റെടുക്കുന്നതുവരെ പാകിസ്ഥാൻ താലിബാന് എല്ലാവിധ സഹായവും നൽകിയിരുന്നു. ഈ അടുത്ത കാലത്താണ് അഫ്ഗാനിസ്ഥാനിലുള്ള തഹരീക്ക് താലിബാൻ കേന്ദ്രങ്ങളെ പാകിസ്ഥാൻ ആക്രമിച്ചത്. ഈ തീവ്രവാദി സംഘടന പാകിസ്ഥാൻ ഭരണം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു എന്നായിരുന്നു ആരോപണം. അഫ്ഗാനിസ്ഥാൻ പ്രത്യാക്രമണം നടത്തിയെങ്കിലും അധികം താമസിയാതെ ഇരു രാജ്യങ്ങളും വെടിനിർത്തലിനു തയ്യാറായി. ഇസ്ലാമാബാദിൽ നടന്ന തീവ്രവാദി ആക്രമണത്തിനു പിന്നിലും താലിബാനാണെന്ന് പാകിസ്ഥാൻ ആരോപിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ തുറമുഖങ്ങൾ വഴിയുള്ള വ്യാപാരം അവസാനിപ്പിക്കാനും മറ്റു വിദേശ രാജ്യങ്ങളുടെ സഹായം തേടാനും താലിബാൻ ഭരണകൂടം തീരുമാനിച്ചത്. പാകിസ്ഥാനിൽ നിന്നും മരുന്നുകൾ വാങ്ങുന്നതും താലിബാൻ നിരോധിച്ചു. അഫ്ഗാനിസ്ഥാന്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് പാകിസ്ഥാൻ. രാഷ്ട്രം ഫീൽഡ് മാർഷൽ പദവി നൽകി ആദരിച്ച പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറിന് കൂടുതൽ അധികാരങ്ങൾ നൽകുന്ന ബില്ല് പാർലമെന്റ് പാസാക്കി. കര, കടൽ, വ്യോമസേനകളുടെ മേധാവി അഥവാ പ്രതിരോധ സേനയുടെ തലവൻ എന്ന പദവി കൂടി ഇദ്ദേഹത്തിന് നൽകുന്നതാണ് ഈ ബില്ല്. ആജീവനാന്ത പരിരക്ഷ നൽകുന്നതിനാൽ ഇദ്ദേഹത്തിനെതിരെ ഇനി ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല. ഇപ്പോഴത്തെ സുപ്രീം കോടതിക്ക് മുകളിലായി ഫെഡറൽ കോടതി സ്ഥാപിക്കാനും ഈ ബില്ലിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ കോടതി നിലവിൽ വരുന്നതോടെ ഇപ്പോഴത്തെ സുപ്രീം കോടതി നോക്കുകുത്തിയായി മാറും. സൈനിക നേതൃത്വത്തിന് പാകിസ്ഥാന്റെ ഭരണത്തിൽ നിർണായകമായ സ്വാധീനമുണ്ട്. രാഷ്ട്രത്തലവനെ പോലെയാണ് അസീം മുനീർ. ഈ അടുത്ത കാലത്ത് ട്രംപിനെ സന്ദർശിച്ചതും ചർച്ചകൾ നടത്തിയതും. പട്ടാളത്തിൻ്റെ ഇടപെടൽ മൂലമാണ് ഇമ്രാൻ ഖാന് അധികാരം നഷ്ടപ്പെട്ടത്. സമ്പൂർണ്ണ പട്ടാള ഭരണത്തിലേക്ക് മാറാൻ വഴിയൊരുക്കുന്നതാണ് ഇപ്പോഴത്തെ ഭരണഘടനാ ഭേദഗതി. വാരാന്ത്യ ലോക വൃത്താന്തം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ജെ ജേക്കബ്.
നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജൻവാണി 90.8 കമ്മ്യൂണിറ്റി FM. അറിയേണ്ടതും കേൾക്കേണ്ടതും മാത്രം.